ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ ചായൻ്റെ കടി ഉണ്ടാക്കിയത് അപ്പമാണ്. അതിക്ക് കറി നമ്മൾ ചട്ടിനി കറിയാണ് ഉണ്ടാക്കി. അപ്പോൾ അതാണ് കാണിച്ചത് കേട്ടോ. പിന്നെ അതാ ചോറും വെന്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. നമ്മളെ അടുക്കളേൻ്റെ അടിപ്പണി എടുത്തിട്ടില്ലേന്നു. അപ്പോൾ ആ പണിയിലായതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പയർ പൊട്ടിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പയർ പൊട്ടിച്ച് പകുതിയായപ്പോക്കിനും നമ്മളെ ചോറ് വെന്തു. അപ്പോൾ ഞാനത് ഊറ്റാൻ വേണ്ടിയിട്ട് അതവിടെ ഇട്ട് ചോറൊക്കെ ഊറ്റി വെക്കുകയാണ്. പിന്നെ ഒന്ന് കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും ചേമ്പുട്ട് കണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാടത്താണ് പയറും അതേപോലെ തന്നെ ചേമ്പും ഒക്കെ നമ്മളെ പാടത്തെ പച്ചക്കറികൾ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ ഒരുവിധം സാധനമൊന്നും വാങ്ങേണ്ടി വരലില്ല. നമുക്ക് നല്ല ഫ്രഷ് സാധനം തന്നെ കഴിക്കാമല്ലേ. മരുന്നൊന്നും അങ്ങനെ അടിക്കൂല കേട്ടോ. നമ്മൾ വീട്ടിലാവശ്യത്തിന് ഉണ്ടാക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് മരുന്നൊന്നും അടിക്കലില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി വരുന്ന പച്ചക്കറിയൊക്കെ എന്തൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടാണല്ലേ വരുന്നത്. അതൊക്കെ കുറച്ച് സമയമൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് കഴുകി എടുത്തിട്ടൊക്കെ വേണ്ട നമ്മൾ ഇതാക്കാൻ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നാടൻ വളം മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. നമ്മൾ അടിയിൽ മാർബിളൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പ് കൂടെ, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ നിർത്തിയോ, ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും വെച്ചുണ്ടാക്കാനൊക്കെ ഞാൻ അപ്പുറത്തെ ഒരു ബെഡ്റൂമിലാക്കിയിട്ട് മേശ വെച്ചിട്ട് അവിടെ അതിന്മേൽ ഗ്യാസ് വെച്ചിട്ടുണ്ട്. അതിന്മേലായിരുന്നു കേട്ടോ പണിക്കാർക്കൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കൂലിക്ക് എടുപ്പിച്ചതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ചിലവൊക്കെ വേണം കേട്ടോ. 10 മണിക്ക് കഞ്ഞി ഉച്ചക്ക് ചോറും ഒക്കെ വേണ്ടിയിരുന്നു. അങ്ങനെ നമ്മൾ ചോറൂറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഉപ്പേരിക്കുള്ളതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ റിഷു നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ചായ തരിയെന്ന് പറഞ്ഞപ്പോൾ അപ്പം ചായ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തിടാൻ പയറുപ്പേരിയും അതേപോലെ മുട്ട പൊരിച്ചതും ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതിയത്. അപ്പോൾ നമ്മളെ ഗ്യാസ് കണ്ടോ, ഇങ്ങനെ പുറത്തേക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അടിപ്പണി കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്യാസ് അതിൻ്റെ ചോട്ടിക്ക് കൊള്ളണില്ല കേട്ടോ. അങ്ങനെ പുറത്താക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ പുറത്തേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ പുറത്തേക്ക് ആക്കിയാണ്ടല്ലേ കൂടൊക്കെ ഉണ്ടാക്കിക്കാണ്ട് പുറത്തേക്കാണല്ലോ ഇപ്പം ഗ്യാസ് വെക്കണം. അതേപോലെ വെക്കണം എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ പയറുപ്പേരിക്ക് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കടുകിട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതാ നമ്മൾ കേക്ക് വെച്ച പയറും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് മക്കളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ അടുക്കള മുഴുവനായിട്ട് ക്ലീൻ ചെയ്തിട്ട് അടുക്കളയിലുള്ള സാധനമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടോ. ബെഡ്റൂമൊക്കെ മാറ്റി വെച്ചൊക്കെയെന്നല്ലോ നമ്മൾ പാത്രങ്ങളും ഗ്യാസൊക്കെ, അതൊക്കെ നമ്മൾ കിച്ചണിക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വേഗം ആക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാ ഉപ്പേരി നമ്മൾ അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാണ് കേട്ടോ. മുട്ടയും പയറുപ്പേരും കൊടുത്തു വിടാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഇപ്പം നേരത്തെ ഒന്ന് പണിയൊരുക്കണം കരുതിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് വേഗം ആകണത് വേഗം ആക്കി വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഒരുപാട് ക്ലീനിങ്ങൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മളെന്തെങ്കിലും പണിയെടുത്തതിൻ്റെ ഒരുപാട് പണി നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകും കേട്ടോ. അങ്ങനത്തെ മുട്ടയൊക്കെ അതും പൊരിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും ചേമ്പുട്ടുള്ള കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ.
പിന്നെ നമുക്ക് മീൻ മത്തിയാണ് കേട്ടോ കിട്ടിയത്. മത്തിയും കൂടി വേഗം ക്ലീൻ ചെയ്തിട്ട് അതും കൂടി വറുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ ഒന്ന് സ്കൂൾക്ക് വിടും വേണം. അങ്ങനത്തെ നമ്മൾ കുമ്പളങ്ങ കരിഞ്ഞെടുത്തപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സോബിമോൾ മദ്രസ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചപ്പോൾ അതാ സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അവളൊപ്പം തന്നെ നമ്മളെ റുചിട്ടിയും ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓനിപ്പം തന്നെ പോകാനായിട്ടില്ല, ഓനോട് ഇപ്പം തന്നെ അവിടെ നിൽക്കണ്ട, വണ്ടി വരാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഓനെ കേൾക്കണില്ല കേട്ടോ. ഓനവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് കണ്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓനവിടെ നിൽക്കല്ലേ, അപ്പോൾ ഞാൻ കറിക്കുള്ള ചേമ്പൊക്കെ അവിടുന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഇരുന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടോ. അങ്ങനെ ഓന് പോയി. ഇപ്പോൾ അതാ കുമ്പളങ്ങയൊക്കെ കഴുകി കാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചേമ്പും ഒക്കെ കഴുകി കാണ്ട് അരിയാനുണ്ട് കേട്ടോ. ചേമ്പൊക്കെ തൊലി കളഞ്ഞെടുത്തപ്പോൾ തന്നെ നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2-4 പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതാ ചേമ്പും നല്ലോണം 2-4 പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചേമ്പും കുമ്പളങ്ങയൊക്കെ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ 2-3 പച്ചമുളക് ഒന്ന് ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അങ്ങനെ അത് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കണത്. പിന്നെ അതിലേക്ക് നാളികേരം അരച്ച് പാരുകയാണ് ചെയ്യണത്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ചീന്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതായത് നമ്മൾ ചേമ്പും കുമ്പളങ്ങയൊക്കെ കറി ആയിട്ടുണ്ട് കേട്ടോ. അത് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാറാലൊക്കെ ചുറ്റി അകത്തു കൂടെ കടിച്ചു വരി കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ കുത്തിച്ച് കാണ്ട് ആ പണികളൊക്കെ ചെയ്ത് അപ്പോൾ അതാ ഇപ്പോൾ മീനും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്, മത്തി. അപ്പോൾ അതും കൂടി വറുത്തെടുത്തിട്ട് ബാക്കിയുള്ള പണിയും കൂടിയും ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മളെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ കണ്ടില്ല ഹാളത്തെ ഷോക്കേസ് ഇതൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പൊടി ഇങ്ങോട്ട് പിടിച്ചിട്ട് തൊടാൻ പറ്റുന്നില്ല. ആ കുളത്തിൽ ആണ് കേട്ടോ പൊടി. നമ്മൾ മാർബിൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആ പൊടിയൊക്കെ പാറിക്കാണ്ട് നമ്മൾ അപ്പുറത്ത് വാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പൊടി നല്ലോണം പൊടി ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഇനി തുടച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി അതൊക്കെ ഇതൊക്കെ തന്നെ വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേനലല്ലേ, വേനൽപ്പൊടി ആയിട്ട് അതന്നെ വട്ടം പോലെ ഉണ്ട്. അത് കൂടെ അത് കട്ട് ചെയ്യണ പൊടിയും കൂടി എല്ലാം കൂടി ആയിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോന്ന് തുടക്കണം, അടിച്ചു വരണം, മാറ്റിയെടുക്കലൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നോമ്പും പണി ഈ പണിയെ കൂടെ കഴിക്കാമെന്ന് കരുതിയിട്ട് ഫുള്ളാണ് ക്ലീൻ ചെയ്യാണ്. എല്ലാ ഭാഗവും പൊടിയാണ്, എല്ലാം പൊടി, ചുമരൊക്കെ ആകെ പൊടിയാണ് കേട്ടോ. ഒക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ നോമ്പും പണി ഇതിൽ കൂടെ തീരും കേട്ടോ. അങ്ങനത്തെ ഈ ഷോക്കേസ് മൊത്തം ക്ലീൻ ചെയ്ത് കണ്ട് പൊടിയൊക്കെ തട്ടി എന്താണ് എല്ലാ പാത്രങ്ങളൊക്കെ പൊടി കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ബെഡ്റൂമുകളിലെ അവസ്ഥകളാണ് കേട്ടോ. അതൊക്കെ റാക്കുകളൊക്കെ തട്ടിയാണ്. ഇപ്പം നമ്മൾ പുതിയ ആപ്പിൾക്കാർക്ക് പണി ലീവാണ് കേട്ടോ. അപ്പോൾ മൂപ്പരൊക്കെ തട്ടിത്തരാമെന്ന് പറഞ്ഞ് കാണ്ട് ഒക്കെ ഒഴിവാക്കി കാണുന്നത്. ആ റാക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടോ. ഈ ബെഡ്റൂമത്തെ റാക്കും ഷോക്കേസൊക്കെ തട്ടി സാധനം ഒക്കെ അതൊക്കെ തന്നെ വെച്ച് ഒരുപാട് സാധനം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, പഴയതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്.
അങ്ങനെ എന്താ നമുക്ക് 3 ബെഡ്റൂമാണ് ഉള്ളത്. അങ്ങനെ 3 ബെഡ്റൂമിലും റാക്കൊക്കെ അതാ തട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് പഴയ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും